ഇത് ഗെയിം ഒന്നല്ല, ചെറിയൊരു ഇതാണ്. ഞാൻ കുറച്ച് ഐ തിങ്ക് കണ്ടിട്ടുണ്ടാവും മീനാക്ഷി. ഞാൻ കുറച്ച് നടന്മാരുടെ പേര് പറയും, അതൊന്ന് ചൂസ് ചെയ്യണം. ഒരാളെ ചൂസ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ദിസ് സോ ദാറ്റ് അങ്ങനെ. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? പൃഥ്വിരാജ്. അങ്ങനെയല്ല, ഞാൻ സെലക്ട് ചെയ്യണം. ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? അതാണ് ക്വസ്റ്റ്യൻ. ദുൽഖർ സൽമാൻ ഓർ ഷഹീൻ നിഗം? അത് ഞാൻ ഫിക്സ് ചെയ്യണം. അത് ഞാൻ എന്റെ ഈ രണ്ട് പേരിലുള്ള ആരെങ്കിലും ചൂസ് ചെയ്യാം. അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടെ. രണ്ടുപേരും എനിക്ക് ഒരാളെ പറയാം, എന്നാലും കുറച്ച് ഫേവറേറ്റ് ആരായിരിക്കും? നമുക്ക് കൊറേ പേരുണ്ട്, അതൊന്നും നമുക്ക് വന്ന് പോവാ. അയ്യോ, അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആ. എന്നാലും ഒരാളെ പറ. ഷീൻ ചേട്ടനുമായിട്ട് എനിക്ക് നല്ലോണം അറിയാം. അപ്പോ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിക്ക് പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? മൂവി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പറയാലോ. ദുൽഖർ സൽമാൻ ഓഷേനും പേഴ്സണലി നോക്കണ്ട. എന്നാലും മേ ബി ഡിക്യുവിന്റെ ക്യാരക്ടേഴ്സ് ദുൽഖർ സൽമാൻ സാറുടെ ആയിരിക്കും. ദുൽഖർ സൽമാൻ ഓർ ആന്റണി വർഗീസ്? പെപ്പെ. കണ്ടെന്ന് അത് ഞാൻ പറഞ്ഞത് പേഴ്സണലി നോക്കണ്ട. അത് നമ്മള് ഇത് ഞാൻ അവരോട് നിങ്ങളത് പേഴ്സണലി എടുക്കരുത് കേട്ടോ. ഇല്ല, ഞാനിപ്പോ പറയണ്ടല്ലോ, പേഴ്സണലി അല്ല കേട്ടോ പറയുന്നത്. അല്ലല്ല, ഞാനങ്ങനെ ഒരാളോടുള്ള ഇഷ്ടമല്ല പറയുന്നത്. അയ്യോ, എന്നാലും എനിക്കറിയത്തില്ല, എനിക്ക് ഇവരെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരെണ്ണം പറ. ദുൽഖർ സൽമാനോ? നമ്മൾ ഓൾറെഡി പറയും. ഇനി ഈ ഓപ്ഷൻ മാറ്റും, വേറെ ഓപ്ഷൻ. അല്ല, നമ്മൾ ആ ഒരാളെ വെച്ചിട്ട് അങ്ങനെയാണോ പോകുന്നത്? അതെ. ഓക്കെ. അയ്യോ, ഇപ്പൊ ക്യാരക്ടേഴ്സ് വെച്ചാണോ ഞാൻ പറയുന്നത്? ഇഷ്ടമുള്ള പോലെ പറഞ്ഞു. ഇവരിൽ ആരാണ് ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ദുൽഖർ സൽമാൻ. ഓക്കെ, ഡിക്യു. പിന്നെ ഓക്കെ, ആക്ടറിനെ കഴിഞ്ഞും ഈ ഷെയ്ൻ ചേട്ടനും പെപ്പെ അവരൊക്കെ എനിക്ക് ഇപ്പൊ എനിക്ക് ഭയങ്കര ചേട്ടന്മാരെ പോലെ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് ആക്ടർ അങ്ങനെ ഒരു ഭയങ്കര ഇതിൽ നോക്കുമ്പോ ഡിക്യു അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഡിക്യു ഓർ ആസിഫ് അലി? വീണ്ടും അയ്യോ, എനിക്ക് പറ്റത്തില്ല അത്. അയ്യോ, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഗെയിം എനിക്ക് വേണ്ടാന്ന്. എന്നാലും ട്രൈ ചെയ്യാം. ഡിക്യു ഓർ ആസിഫ് അലി? വീണ്ടും കൊടുങ്ങിയോ? അതെ, ആസിഫിക്കാൻ തോന്നുന്നു. ഓക്കെ, ആസിഫ് അലി ഓർ ഫഹദ് ഫാസിൽ? ഓക്കെ, ഫഹദ് ഫാസിൽ ഓർ ടൊവിനോ തോമസ്? ഫഹദ് ഫാസിൽ ഓർ കുഞ്ചാക്കോ ബോബൻ? അയ്യോ, എന്റെ റിലീസ് ആവാതിരിക്കുന്ന മൂവി ചാക്കോച്ചൻ. ഞാൻ ഇതിനെങ്ങാനും ആൻസർ ഞാൻ എങ്ങനെ തിരിച്ചെന്റെ ലൊക്കേഷന് പോകും പറയൂ? ഇല്ല, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? ആരും പറയുന്ന പക്ഷെ ഇല്ല, എനിക്ക് തോന്നുന്നു ലാസ്റ്റിലേക്ക് എത്തുമ്പോ ഒരാളുടെ പേരായിരിക്കും മിക്കവാറും മീനാക്ഷി പറയാം. ലാസ്റ്റ് എനിക്ക് തോന്നുന്നതായിരിക്കും, അതിലേക്കാണ് പോകുന്നത് തോന്നുന്നു. അയ്യോ, എന്താ ചെയ്യണ്ട ഞാൻ പിന്നെയും ഫഹദ് ഫാസിൽ. ഓക്കെ, ഫഹദ് ഫാസിൽ ഓർ ഇന്ദ്രജിത്ത് സുകുമാരൻ? അയ്യോ, പിന്നെയും ഫഹദ് ഫാസിൽ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല. ഫഹദ് ഫാസിൽ ഓർ പൃഥ്വിരാജ്? അവിടെ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. ഇതിപ്പോ നമ്മള് തമാശക്ക് ഇങ്ങനെ പറയാമെങ്കിലും നമ്മളിങ്ങനെ ആക്ടേഴ്സും ക്യാരക്ടേഴ്സും ഒക്കെ അറിയാം. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഇത് വാലിഡ് ആയിട്ട് കൂട്ടാനേ പറ്റില്ല. കാരണം നമ്മള് തമാശക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇവരെല്ലാരും നമുക്ക് എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നമ്മളൊരു ഫിലിം ഇപ്പൊ ബോഗിൻവില്ലയൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ചാക്കോച്ചനാണോ ഫഹദ്ക്കാണോ കുറച്ച് ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പെട്ടുപോകും. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും ആക്ച്വലി നമ്മളൊരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് പോയി വരുന്നുള്ളൂ. പിന്നെ രാജവങ്ങളിൽ ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ രാജവങ്ങളുടെ അടുത്ത് തന്നെ അത് എപ്പോഴും പറയും. എൻ്റെ ഏറ്റവും കുഞ്ഞായിരിക്കും എനിക്ക് ബോധം വെക്കുന്ന സമയം തൊട്ടേ ഞാൻ ഒരു ഫാൻ ഗേൾ ആണ്. അപ്പൊ അതെനിക്ക് എവിടെ ആരാണ് ഫേവറേറ്റ് ആക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം പൃഥ്വിരാജ്. ഗെയിമാണ് ഇൻട്രോഡക്ഷൻ പറയുന്നത് ആരാ ഫേവറേറ്റ് ആക്ടർ? പൃഥ്വിരാജ്. അതെനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ബാക്കി എല്ലാരെയും എനിക്ക് ഒരേപോലെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കി ചോദിച്ചിട്ട് കാര്യമില്ല, പൃഥ്വിരാജിൽ അത് ഞാൻ സ്റ്റക്കായി നിൽക്കും. ആരെ പറഞ്ഞാലും വേറെ പറയില്ല. എന്നാലും നമുക്ക് പോടോ. പൃഥ്വിരാജ് നസ്ലൻ? പൃഥ്വിരാജ് ഗോകുൽ സുരേഷ്? പൃഥ്വിരാജ് മാത്യൂസ്? പൃഥ്വിരാജ് പ്രണവ് മോഹൻലാൽ? ഇല്ല, അത് ആരെ പറഞ്ഞാലും ഞാൻ മാറ്റില്ല. കാരണം ചിലതുണ്ടല്ലോ നമുക്കിങ്ങനെ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറയാ, വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അമ്മ അച്ഛയൊക്കെ എന്നെ ഇപ്പോഴും കളയാക്കും. ഞാനിങ്ങനെ മറ്റേ ആ സമയത്ത് ഇങ്ങനെ വനിതയിലൊക്കെ വരുന്ന ഇങ്ങനെ ഫോട്ടോ ഉണ്ടാവൂല്ലേ എന്തിന്റെ പരസ്യം, അതൊക്കെ
എടുത്ത് വെച്ച് എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ അത്രയും ഭയങ്കര ഫാൻ ഗേൾ ആയിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ രാജ്യങ്ങളുടെ നെയിം സ്ലിപ്പ്, ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് ആ സമയത്ത് വാങ്ങത്തുള്ളായിരുന്നു. അങ്ങനെ കുറെ കഥയുണ്ട്. ഇപ്പൊ അനാർക്കലി, പിന്നെ നമ്മുടെ താന്തോന്നി ആ മൂവി ഒക്കെ, പോക്കിരി രാജ, അതൊക്കെ ആയിരുന്നു എന്റെ ആ സമയത്ത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ പോക്കിരി രാജയൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ആയിരുന്നു അത്. അപ്പം അങ്ങനെ വന്ന് പിന്നെയാണ് ഞാൻ അമർ അക്ബറിലേക്ക് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ പൃഥ്വിരാജിന്റെ ഫിലിമാണ് അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഒരു മൂവിയാന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു അതിനെ പറ്റിക്കുക. കാരണം എനിക്ക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി ആരെയും എനിക്കങ്ങനെ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കാർട്ടൂണിലൊക്കെ കാണുന്ന നമ്മൾ ടി വിയിൽ കാണുന്നു. പക്ഷെ ഇപ്പൊ ചില കുഞ്ഞു എൻ്റെ അതൂട്ടൻ്റെ ഒക്കെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ടി വിയിൽ കണ്ട ലാലേട്ടൻ അങ്ങനെ പറയാവൻ. അപ്പം നമ്മുടെ കുഞ്ഞിലെ മനസ്സിൽ പതിഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ആ സമയം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം രാജാങ്ങളെ കണ്ട സമയത്ത് ഞാനിങ്ങനെ നിൽക്കുക, എനിക്കൊന്നും മിണ്ടാനും ഇല്ല പറയാനും ഇല്ല. നമ്മളങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് എനിക്ക് അയ്യോ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാ എൻ്റെ എക്സൈറ്റ്മെന്റ് പുറത്ത് കാണിക്കേണ്ടതെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. അതേ ഞാൻ അമർ അക്ബറിൽ വന്നു. അയ്യോ പിന്നെ എനിക്ക് ആ സമയത്ത് ഭയങ്കര, എനിക്ക് എപ്പോഴും കൂട്ടുകൂടി നടക്കണം, എനിക്ക് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം. കാരണം ഞാനായിരുന്നു സെറ്റിലെ ഏറ്റവും ചെറിയ ആള്. അപ്പൊ എന്നെ അത്ര നന്നായിട്ട് നോക്കി, എന്നെ ഭയങ്കര കുഞ്ഞു ആവ പോലെയാണ് അവരെല്ലാരും കൊണ്ട് നടന്നത്. അപ്പൊ എന്റെ ലൈഫിൽ എന്റെ ഭയങ്കര ഒരു ലക്കായിരുന്നു അത്. കാരണം ഞാൻ അത്രയും ചെറുപ്പം തൊട്ടേ അങ്ങനെ കണ്ട ഒരാള് അങ്ങനെ എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര കാര്യമാണ്. ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിന്റെ എന്നെ എല്ലാവരും, ഞാൻ അതിന് മുന്നേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും എന്നെ അറിയുന്നത് പാത്തു, ഞങ്ങളുടെ പാത്തു എന്നുള്ള അമർ അക്ബറിലൂടെയാണ്. അതും വലിയ കാര്യമാണ്. ഫേവറേറ്റ് ആക്ടറിനൊപ്പം തന്നെ അഭിനയിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഞാൻ ആ സമയത്തേ പറയായിരുന്നു എനിക്ക് രാജങ്ങള് നായികയാണ്. എന്റെ അടുത്ത് ബെല്ലാം ഭാരത നായിക, അപ്പൊ ഞാൻ എനിക്ക് രാജങ്ങള് നായികയാണ്. അപ്പൊ എന്റെ അടുത്ത് നീ മുട്ടേന്ന് വിരിയട്ടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഇങ്ങനെ സിനിമയും റിലീസിനും എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും ഉറപ്പായിട്ടും കണ്ടു നോക്കുക. പുതിയൊരു ക്രൂ ആണ്. അപ്പം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിരി വിലപ്പെട്ടതാണ്. കാരണം നേരത്തെ പറയുന്നത് പോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അവരെ അറിയിക്കുക. ഞാനും വെയിറ്റിംഗ് ആണ്. ഞാനും ഒരു പാർട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. മീനാക്ഷി ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.